നമ്മുടെ മുഖത്ത് നല്ലൊരു ഇങ്ങനെ ഹൈഡ്രേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSc വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർ വാഴ ക്യാരറ്റ് ജെല്ല്, അലോവേര ക്യാരറ്റ് ജെല്ല് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാമെന്നും അതുകൂടാതെ ഒത്തിരി നാൾ നമുക്ക് എങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കാമെന്നും കൂടിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ 2-3 തണ്ടോളം നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു മഞ്ഞ കളർ പോയിസൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുത്തിച്ചാരി ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി. അപ്പൊ ഞാനൊരു 5 തണ്ടോളം എടുക്കുന്നുണ്ട്, എനിക്കൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആ പോയിസണൊക്കെ നല്ലതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടാകും. ഈ സമയത്ത് നമ്മൾ കറ്റാർവാഴ എല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. അതിനുശേഷം അതിന്റെ 2 സൈഡിലുള്ള മുള്ളുകളും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം ഒരു പാത്രം വെള്ളത്തിൽ നമ്മളൊന്ന് ഇട്ട് വെച്ചേക്കാം. കുറച്ചു നേരം ഇട്ട് വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു അഴുക്കൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നീങ്ങും കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു ക്യാരറ്റ് കഴുകിയെടുക്കാം. ക്യാരറ്റ് നല്ലതുപോലെ തൊലിയൊക്കെ ചീവിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് ക്യാരറ്റ് ജ്യൂസ് കിട്ടും. ഈ സമയത്ത് നമ്മുടെ കറ്റാർവാഴ കണ്ടോ അഴുക്കൊക്കെ നീങ്ങി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അതിന്റെ തൊലി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ പൾപ്പ് ഇങ്ങനെ കിട്ടും. അടിച്ചെടുത്താൽ മാത്രം പോലെ അരിച്ചും കൂടി എടുക്കണം നമ്മൾ. ഈ അരിച്ച് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടല്ലോ അതിന്റെ ഒപ്പമാണ് നമ്മളിത് ഒഴിച്ചു വെക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും കോൺഫ്ലോർ എടുക്കാം. ഒരു 1/4 സ്പൂൺ മതി. അപ്പൊ ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടി തരും കേട്ടോ. അത് നല്ലതുപോലെ ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കൊരു ഐസ് ട്രേയിൽ ഒഴിച്ചു വെക്കാം. ശേഷം നല്ലതുപോലെ സെറ്റ് ആകാൻ വേണ്ടി വെക്കാം. നമ്മുടെ അലോവേര ക്യാരറ്റ് ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അലോവേര ക്യാരറ്റ് ജെല്ല് നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വെക്കുവാണെങ്കിൽ ഒത്തിരി നാളുകൾ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ആക്നേസ്, പിമ്പിൾസിന്റെ മാർക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവുകയും ചെയ്യും. ഓപ്പൺ കോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ക്യാരറ്റിന്റെ അലോവേരയുടെ ഒക്കെ ഗുണങ്ങൾ ശരിക്കും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും രാത്രിയും ഓരോ ക്യൂബ് വീതം എടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഫേസ് കഴുകിക്കളയാ കേട്ടോ. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് എടുത്തിട്ട് നിങ്ങളുടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു ക്യൂബ് ഇതിൽ നിന്ന് എടുക്കാം. അപ്പൊ ഇതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുഖം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചേക്കാം കേട്ടോ. അതിനുശേഷം വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ് വാഷ് ഇട്ടൊന്നും മുഖമൊന്നും കഴുകരുത് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. അപ്പൊ ഞാനൊരു ക്യൂബ് എടുക്കാം. നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരിക്കും ആ ജെൽ എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ റബ്ബ് ചെയ്യാതെ ഇങ്ങനെ മാറ്റി റബ്ബ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇനി ഇങ്ങനത്തെ ഈ ക്യൂബ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പേടിയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ വെച്ചിട്ട് റബ്ബ് ചെയ്താലും മതി കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലൊരു ഇങ്ങനെ ഹൈഡ്രേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ലൊരു ജെൽ ടൈപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഹൈഡ്രേഷൻ നമുക്ക് മുഖത്ത് കാണാനും കഴിയും കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ ഒട്ടും വെള്ളമൊന്നും അടങ്ങിയിട്ടില്ല. പ്യുവർ ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ലും ക്യാരറ്റ് നീരും തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ വലിഞ്ഞിട്ടും ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിന്റെ അടിയിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ആ ഡാർക്ക് സർക്കിൾസും മാറിക്കിട്ടും. നമുക്ക് എല്ലാ സ്കിൻ പ്രോബ്ലംസിനും നല്ലൊരു സൊല്യൂഷനും കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ അലോവേര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡാർക്ക് സ്പോട്സ് ആണെങ്കിലും ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും അതുകൂടാതെ പിഗ്മെന്റേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റാൻ ഒരു ഏറ്റവും അത്ഭുതം എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഡെയിലി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ക്യാരറ്റിന്റെ കാര്യമാണ് ഈ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അങ്ങനെ റിച്ച് ആയിട്ടുള്ളതാണ്. പിന്നെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ
നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യുക, അതായത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ മിക്കവരുടെയും പ്രശ്നം നമ്മൾ വീട്ടിലുള്ള കറ്റാർവാഴ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നു, ആ ഒരു മഞ്ഞ കറയുണ്ടല്ലോ, അത് കാരണം ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നു എന്നാണ് വിഷയം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ലപോലെ കഴുകിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ആ 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്, നല്ലതുപോലെ സ്കിന്നിൽ നിന്ന് വലിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര വലിഞ്ഞു എന്ന് പറഞ്ഞാലും ആ ഒരു ഹൈഡ്രേഷൻ മുഖത്തൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് എടുക്കാണ് ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ. We're in this world, could do it like me.